ഗൈസ്, അപ്പോൾ നമ്മൾ ഈ ടാങ്ക് കഴുകണം ഗൈസ് നന്നായിട്ട്. ഇനിയിപ്പം കഴുകി വെള്ളം അടിച്ച് മൊത്തം വിടണം ഗൈസ്. അതിനകത്ത് ചെളിയൊക്കെയാണ്. അതിനകത്ത് നമ്മളെ ഗപ്പിക്കുട്ടന്മാർ കിടപ്പുണ്ട് ഗൈസ്. ഇതാ കിടക്കും ഗൈസ്. അവന്മാരവിടെ സേഫാണ്, അവന്മാരവിടെ കിടന്നോട്ടെ. ഓക്കെ ഗൈസ്, ഈ പടുതയ്ക്ക് നമ്മുടെ ഈ ഒരു ടാങ്കിന് ചെറിയൊരു ലീക്കുണ്ട് ഗൈസ്. ആ പടുത എന്തോ ചെറിയതായിട്ടൊന്ന് കീറിയിട്ടുണ്ടെന്ന് തോന്നുമായിരുന്നു. പറഞ്ഞാൽ നമുക്ക് ഈ ഇതിലോട്ട് നോക്കുമ്പോൾ ആ വാട്ടറിൻ്റെ അത് കണ്ടു. ഇപ്പം നിൽക്കുന്ന ആ വെള്ളം അവിടെ നിൽക്കുന്നത്. പക്ഷേ നേരത്തെ അതിൻ്റെ മണ്ടയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ആ ഒരു ബക്കറ്റിനകത്ത് ഈ ഒരു ബക്കറ്റ് നിറച്ച് വെള്ളം അതിനകത്ത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഗൈസ് എല്ലാ ദിവസവും. അത് ലീക്ക് എവിടെയാണെന്ന് നമുക്കറിയത്തില്ല. വേറെ പടുത മേടിച്ചിടണം. പിന്നെ ഇതിനകത്ത് നമ്മുടെ ഗപ്പിക്കുട്ടന്മാരാണ് ഗൈസ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നേരത്തെ പിടിച്ച കോയിക്കാർപ്പാണ് ഗൈസ്. അപ്പോൾ ഇതിനകത്ത് എൻ്റെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു അരാപ്പയ്മയോ അല്ലെങ്കിൽ ഒരു അലിഗേറ്റർ കാറോ ഇതിനകത്ത് മേടിച്ചിടണം ഗൈസ്. എന്നാലും ഇത്രയും വലിയ ടാങ്ക് ഉണ്ട്. ഇതിനകത്ത് നല്ല നൈസായിട്ട് കിടന്നോളൂ അവന്മാർ. ഇത് പോരായിരിക്കും, വലുതാകുമ്പോൾ ഇത് പോരായിരിക്കും. പക്ഷേ ഒരു ഇത്രയൊക്കെ സൈസ് ഉണ്ട്. ഇതിനകത്ത് നല്ല സുഖമായിട്ട് കിടക്കും, നൈസാണ്. പിന്നെ ഇച്ചിരി വലുതായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വലിയൊരു പോണ്ട് ഇവിടെ ആയിട്ട് അങ്ങ് സെറ്റാക്കി അങ്ങ് വെക്കാം. സ്ഥലമുണ്ടല്ലോ ഇവിടെ. എന്നാലും ഇതിനകത്ത് ഇഷ്ടംപോലെ നല്ല ചെളിയും മണ്ണും എല്ലാം ഉണ്ട്. അതെല്ലാം നമ്മൾ കഴുകി അങ്ങ് വിടണം ഗൈസ്. അങ്ങോട്ട് കഴുകി വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഈ കോയിക്കാർപ്പിനെ നമുക്ക് ഇറക്കി വിടാം. ഇതിനെ നമുക്ക് അതിനകത്ത് ഇപ്പം നിലവിലിപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ഇറക്കി വിടാം ഗൈസ്. വേറെ സ്ഥലമൊന്നുമില്ല നമുക്ക് ഇതിനെ ഇപ്പോൾ ഇടാൻ. ഇതിനകത്തൊക്കെ ഇട്ടാൽ ശരിയാകത്തില്ല. കോയിക്കാർപ്പിന് അത്യാവശ്യം നല്ല സ്ഥലം വേണമല്ലോ. നമുക്ക് ഇതിനകത്തോട്ട് തന്നെ ഇപ്പം നൈസായിട്ട് കോയിക്കാർപ്പിനെ വിടാം. പിന്നെ നമുക്ക് വേറെ വല്ലതും മേടിക്കുവാണെങ്കിൽ അപ്പോൾ ഇതിനകത്തോട്ട് ഇടാം നമുക്ക്.